ോടൊപ്പം വളരുന്ന വിപത്താണ് മദ്യപാനം. ക്രിസ്മസിനും ന്യൂ ഇയറിനും ഓണത്തിനും മലയാളികൾ കുറിച്ചു തീർക്കുന്ന കണക്കില്ലത്രേ. സാക്ഷാൽ കുര്യന്മാർക്ക് പേടി സ്വപ്നം 1-ാം തീയതിയും ചില വിശേഷ ദിവസങ്ങളുമാണ്. ബെവറേജ് കോർപ്പറേഷൻ ആ ദിവസങ്ങളിൽ അടഞ്ഞു കിടക്കും. നേരത്തെ സാധനം കരുതാത്തവരും 1-ാം തീയതി മറന്നുപോകുന്നവരും നെട്ടോട്ടമോടും. എന്തിന്? സാധനം കിട്ടാതെ വട്ടുപിടിക്കും. നഗരത്തിലെ സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന 3 മധ്യവയസ്കരുടെ 1-ാം തീയതി എങ്ങനെ കുളമായി എന്ന് നമുക്ക് നോക്കാം. നാടകം ആരംഭിക്കുന്നു. കഥാതന്തു അനിയ തെക്കേത്തോപ്പ്, സംവിധാനം ഗോപൻ, രംഗത്ത് ഗോപൻ, അയ്യപ്പൻ, അനിയൻ. പട്ടാളം ഇല്ലെങ്കിൽ പാഷാണം. അണ്ണാ എന്തെന്നാ ഒരു വൈക്കറ്റ് എന്ത് പറയാന് എനിക്ക് എന്ത് പറയാനണ്ണ? രാവിലെ ഒരു മൂടോ ഇന്നലെ അടിച്ച കെട്ട് മുഴുവൻ മണി 11 ആഫീസിൽ പോണില്ല. രാവിലെ അടിച്ചപ്പോ ഇനി അത് ശരിയാവണമെങ്കിൽ ഒരു 4 എണ്ണം വീശണോ, അല്ലെങ്കിൽ എന്തൊരാഫീസ് എണ്ണ പോവാൻ പറ. ഞാനും പോയില്ല. ആ മിടുമിടുക്കൻ നമ്മളവിടെ പോയി ചേർത്തിട്ട് എന്ത് നേടാൻ? ഒന്നും ചെയ്യാനില്ല. डिगा 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 इसलिए मैंने पिया मैंने पिया വരുവാണല്ലോ. എവിടെ നാളെ നമ്മുടെ ഗൾഫിൽ അയ്യപ്പണ്ണന്റെ വീട് വരെ ഒന്ന് പോയി. അയ്യപ്പണ്ണ സ്വാച്ച് തന്ന് സൽക്കരിച്ചാണ്. 4 കാലിലാണല്ലോ വരവ്. അയ്യപ്പണ്ണ മോൻ തൊട്ട് നടത്തി പട്ടിണി കിടന്ന ഇല്ല. പഞ്ഞി വെച്ച 3 സിഗരറ്റ് ഒന്നും തന്നില്ല. അയ്യേ അതല്ല ബാഗിലെന്തോ ബാഗിലുണ്ട് നാരങ്ങ, പിന്നത് ഒരു തണ്ടിപ്പരുപ്പ്, അല്ല പിന്നെ മൂക്കുപൊടി ഡപ്പി എടുത്തുള്ള ശരിയല്ല. അപ്പൊ എന്തായാലും മുങ്ങി. ഇനി കുളിച്ച് കയറാം. എന്താ പരിപാടി? ഒരെണ്ണം അടിച്ചിട്ടല്ലേ കുളിച്ച് കയറുന്ന. എന്താ പരിപാടി പറ. ഒരു കാര്യം 40 അപ്പൊ 100 രൂപ. ശങ്കര പോയി വാങ്ങിട്ട് വാ, സാധനം എടുത്തിട്ട് വാ. എളുപ്പം അല്ലെങ്കിൽ എന്താ അമ്മായി സ്കാച്ച് വെച്ചോണ്ടിരിക്കണം. അഗ്നി മതി. സ്വയംഭൻ സാധനം കത്തിക്കയറോ. ഈ അഗ്നി ഒന്നും നമ്മുടെ അറിഞ്ഞൂടെ KTDC ഗോവണ്ണന്റെ അവിടുന്ന് കഴിച്ച ലേഖ്യത്തെ പോലെ വരെയില്ല. അത് അറിഞ്ഞൂടെ KTDC ഗോവണ്ണന് എപ്പോഴും പട്ടാളം പട്ടാളം പോലെ ഇങ്ങനെ നടക്കുന്ന പട്ടാള ചിത്രയിൽ നടക്കുന്ന ഗോവണ്ണൻ അങ്ങേരുടെ വീട്ടിൽ നിന്ന് കഴിച്ച ലേഖ്യം. അങ്ങേര് പറഞ്ഞത് തമിഴ്നാട്ടിൽ ഇറക്കുമതി ചെയ്യുന്ന എനിക്കറിയാം. തമിഴ്നാട്ടിൽ അത് കൂടുതൽ വിവരമൊന്നും ഞാൻ ചോദിച്ചില്ല.
ചിലപ്പോ അടി കൊള്ളും. അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് റെക്കോർഡ് ചെയ്യുന്നു. ആ ലേഹ്യത്തിന്റെ ഗുണം പറഞ്ഞ അയ്യോ ഒന്ന് പറയണ്ണ. ഞാൻ ഒരു ദിവസം ഗോവൻ സാറിന്റെ വീട്ടിൽ പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോ സാറിന്റെ കുടുംബം എല്ലാം നാട്ടിൽ പോയിരിക്കുകയാണ്. സാർ ഒരു കുപ്പിയിൽ നിന്ന് സ്പൂണിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കും. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ എന്തോന്നാ ഇത് നിനക്കൊന്നും പറ്റൂല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് വേണം. ആ ശരി, ഒരു 4 സ്പൂൺ എനിക്ക് തരണം. എന്നിട്ട് സാറ് പറഞ്ഞു, ഇതിന്റെ പുറത്ത് നല്ല കടുപ്പത്തിലൊരു ചായ, നല്ല സാർ ഗോപസാറ് നല്ല കേട്ടോ, പോയി നല്ലൊരു ചായയൊക്കെ ഇട്ടുകൊണ്ടുവന്നു. ചായയൊക്കെ കുടിച്ച് ഞാൻ പോവാൻ നേരത്ത് സാറ് പറഞ്ഞു, നിനക്ക് കുഴപ്പമല്ലോ തോന്നെങ്കിൽ പുളിവെള്ളം കുടിച്ചാൽ മതി. അടിയും കൊണ്ട് പുളി എന്നിട്ട് ഞാൻ സാറിന്റെ അടുത്ത് യാത്ര പറഞ്ഞു പോയി. ഞാൻ പോയി ഇങ്ങനെ നടന്ന് പോയപ്പോ എനിക്ക് തോന്നി ഭൂമി അങ്ങനെ കുഴിഞ്ഞു കണ്ണന്മാരെ ഒന്ന് പിടിച്ചല്ലേ. ഭൂമി കുഴിഞ്ഞു പോയി. ഞാൻ ഒരു കുഴിപ്പോയി വീണു. പിന്നെ അവിടെ നമ്മോട്ട് ഒറ്റ പറക്കലാണ്. പറന്ന് എന്റെ വീട്ടിലെത്തി. ഞാൻ എന്റെ പമ്പറന്നവരെ വിളിച്ചു പറഞ്ഞു, ഇത്തിരി പുളിവെള്ളം തായോ. എനിക്കാണെങ്കിൽ നിൽക്കാൻ വയ്യ, ദൈവത്തിന്റെ ഇത്. പമ്പറന്നാര് പറഞ്ഞു, പശുവിന് കെട്ടിയിരിക്കുന്നിടത്ത് കാടിവെള്ളം എടുത്ത് കുടിച്ചോ. പിന്നെ വല്ല ചാരി പമ്പറന്നോര് കാണാൻ അടുക്കളയിൽ കയറി പുളിവെള്ളം കലക്കി കുടിച്ചു. അപ്പോഴാണ് ഒരു സമാനമായത്. പിന്നെ ആർക്കെങ്കിലും വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ ഗോവൻ സാറിന്റെ അടുത്ത് പറഞ്ഞ് വരുത്തി തരാം. ഗോവൻ സാർ ഒരു ചുള്ളനാണ് കേട്ടോ, പുലിയാണ് പുലി. എന്റെ ഫോണില്ലേ സാറ്? അണ്ണാ അതൊരു പ്രശ്നം. എന്താ പ്രശ്നം? ഞാൻ ഓഫീസിൽ നിന്ന് ഭാര്യ ആശുപത്രി കൊണ്ടുപോകണമെന്നും പറഞ്ഞ ഇറങ്ങി. അപ്പൊ മണി 11 അവിടെ ക്യൂ ആയിരിക്കും. അതൊക്കെ സ്ഥിരം ഡയലോഗ് അല്ലേ? അല്ല, അവിടെ ചെന്ന് എന്നെ ആരെങ്കിലും കണ്ടാലോ? പിന്നെ എത്ര ദിവസം ക്യൂയില് തുരന്ന് കയറുന്ന തുരപ്പനാണ് ഇത് പ്രശ്നം. അയ്യോ, അത് സന്ധ്യ കഴിഞ്ഞല്ലേ അണ്ണാ, അപ്പൊ നമ്മൾ ആരെയും കാണൂലല്ലോ. ശങ്കരാ, നീ കൂടുതൽ വായ പഠിക്കാതെ പോയി അഗ്നിയുമായി വാ. പോയി അഗ്നിയുമായി വാ. മൂക്കൻ ചേർത്ത് കണ്ണ് മാത്രമാകുമ്പോൾ നിന്നെ എന്തായാലും തിരിച്ചറിയില്ല. ഇവിടെ തലയിൽ വെച്ചോ, അപ്പൊ നിന്റെ ഭാര്യ പോലെ നിന്നെ തിരിച്ചറിയാം. മുഴുവനായി പോണ പോക്ക് കണ്ട. ഇനി ബെവറേജിൽ പോയിട്ട് തിരികെ വരുമ്പോ പറഞ്ഞ വരവ് കണ്ടോ? Alcohol is poison. അതെ, മദ്യം വിഷമാണ്. അറിഞ്ഞൂടല്ലേ? മദ്യം വിഷമാണ്. പക്ഷെ നമ്മള് ഡെയിലി അടിച്ചോണ്ടിരിക്കുക വിഷം. നമ്മൾ മേടിക്കുന്ന തക്കാളിയിലും ചീരയിലും എന്തിനും പാലില് പോലും വിഷമാണ്. എൻഡോസൾഫാൻ അറിയില്ലേ? അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടാ. പക്ഷെ സത്യമായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ ഈ ലോകത്ത്. എന്താ ഈ ഭൂമി വരയാണത്ത് സത്യമായിട്ടുള്ളത് വിസ്കിക്കും ബ്രാൻഡിക്കും മാത്രം. ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ട്. എത്ര ശതമാനം? 10%, 12%, 5%. അത് മാത്രമേ ഉള്ളൂ സത്യം. ബാക്കി എല്ലാം മായ. രാവിലെ 2 കൂടെ അടിച്ച് ലെവലായിട്ട് നിന്നിട്ട് ഇവനാണെങ്കിൽ ഒരു തുള്ളി പോലും കുടിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ രാവിലെ മുതൽ ചാരായം 55, വെട്ടിരുമ്പ്, ചമ്പു മുതലായവയൊക്കെ അങ്ങനെ ആലോചിച്ച് ആ എന്റെ ആ ലഹരി കയറ്റി നെഞ്ചി വരെ എത്തിയ നിന്റെ ഈ ഡയലോഗ് കേട്ടപ്പോ അത് മുഴുവൻ താഴെ പോയി.
എന്തേ എന്ത് പറ്റിയണ്ണാ? എന്ത് പറ്റി? നിന്നെയൊക്കെ ചെറുക്കന്മാരെ പോലെ തുറന്നു വെച്ചിരിക്കുന്നോടാ ഒന്നാം തീയതി ബാറ്. ഓ, നിന്നൊരു കുഴപ്പമുണ്ടല്ലോ. നിന്റെ മറ്റേ പട്ടാളത്തിനുണ്ട്. വിളി പട്ടാളത്തിന്. മോനോടെ, ഇവിടെ പോ. എന്റെ ഫോണ് കൂടെ. വിളി പട്ടാളം. പട്ടം വിളി. ഇങ്ങോട്ട് വാ. അണ്ണാ വാസു അണ്ണാ, ഇത് ഞാനണ്ണാ പക്കുറു ശങ്കരൻ എന്ന് വായിരിക്കുന്ന നീത്ത കേൾക്കും. സുഖം തന്നെ. പിന്നെ അണ്ണാ അണ്ണാ സാധനം വല്ലതും കയ്യിലുണ്ടോ? അണ്ണന്റെ ഇഞ്ചി കൊള്ളുന്ന വർത്തമാനം പറയാതണ്ണാ. ഇനിയിപ്പോ ഗോവൻ സാറേ ഉള്ളു രക്ഷ. അണ്ണാ എന്റെ അണ്ണ അങ്ങനെ പറയരുത് അണ്ണാ. അങ്ങനെ മാറണേ. നീ ഒരൊറ്റ വഴിയേ ഉള്ളൂ. എന്താണ്? പച്ചുകുറ്റി പൊടിയൻ്റെ അടുത്ത് പോയി പൊടിയടിക്കാം. അത് വേണം. വേണം. വിഷമാണ്. ഏ? ഉള്ള കണ്ണൊക്കെ ഫീസായി പോകും. മടിയാവും ചിലപ്പോ. രണ്ടെണ്ണം അടിച്ച് നീക്കല്ലേ. ഞാൻ പോവാണ്, നിങ്ങൾ പറഞ്ഞെങ്കിൽ മതി. എന്നാ ശരി. പട്ടാളം അല്ലെങ്കിൽ പാഷാണം.